Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഞാൻ എന്താ പിടിച്ചു. അയ്യോ എന്റെ അമ്മ ക്രിസ്മസ് ട്രീ ഇപ്പൊ വീഴുവെന്നാ തോന്നേ. എടാ വേഗം വന്നത് പിടിക്ക്. കാണിക്കുന്നത് അത് പിന്നെ വീണപ്പോ ഞാൻ ഈ കയറി പിടിച്ചതാ. എന്നിട്ട് ഞാൻ താഴെ വീണു. ഇതൊരു ക്വാളിറ്റി ഇല്ലാത്ത കയറാണ്. കയറ് നല്ല കയറാ, പക്ഷെ കയറി പിടിച്ച് ഇമാതിരി വലി വലിച്ച അത് പൊട്ടിപ്പോവില്ലേ? സംശയമുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. എല്ലാം അലങ്കോലമായി. ഇനി ആരേതൊക്കെ ഒന്ന് ശരിയാക്കുന്നത്? കിറ്റി ഞാനില്ലേ, ഞാനെല്ലാം ശരിയാക്കാം. ഒരാള് മറ്റൊരാളെ സഹായിക്കുക എന്നതാണ് ഈ ക്രിസ്മസിന്റെ അർത്ഥം. കണ്ടില്ലേ, വേഗം കഴിഞ്ഞു. കിറ്റി, നിന്റെ ക്രിസ്മസ് ഇവന്റിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞോ? എവിടെ കഴിയാനാ? ആ സ്നോമാൻ ഇതുവരെ വന്നില്ല. സ്നോമാനോ? അതെ, ക്രിസ്മസ് പാർട്ടിക്ക് വേണ്ടി നമുക്ക് സ്നോമാനും വേണമല്ലോ. എന്റെ കിറ്റി, നീ വിചാരിക്കുമ്പോൾ അത്ര പെട്ടെന്ന് സ്നോമാനെ കിട്ടില്ല. സംശയമുണ്ടോ? എനിക്ക് സ്നോമാനെ വേണം. കിറ്റിക്ക് സ്നോമാൻ വേണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയേ പറ്റൂ. കിറ്റി, ഓപ്പട്ട് പറഞ്ഞ ശരിയാ. സ്നോമാനെ ഉരുകി പോകും. വണ്ടികൾക്ക് നിർബന്ധമായി വളച്ചിരിക്കണം. സിസി അധികം വിയർക്കാതിരിക്കാൻ നിങ്ങൾ വീഴണം. AC അടികൈ. താങ്ക് യു സർ. വാ, നമുക്ക് സ്നോമാനെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെ പോയി വാങ്ങിക്കൊണ്ടുവരാം. ഓഹോ, ഇത്ര നേരമായിട്ട് അവരെ കണ്ടില്ലല്ലോ. ഞങ്ങളിതാ എത്തി. എന്നാ തുടങ്ങിക്കോ. സ്നോമാൻ റെഡിയായി. നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇവനിതാ ഇതുപോലെ ലിപ്പുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. നോമൻ, നീ ഒരിക്കലും ഒറ്റയ്ക്കാണെന്നുള്ള വിചാരമേ വേണ്ട. നമ്മൾ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. എന്താ ഓക്കെ അല്ലേ? നീ കഴുതല്ലടാ, മര കഴുതയാ. സംശയമുണ്ടോ? ഹണി കഴുതയൊന്നുമല്ല, ക്യൂട്ടാ. താങ്ക് യു ഹണി. ഓറഞ്ച് ലിപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. വരൂ, രാത്രി ഒരുപാട് സമയമായി, നല്ല ക്ഷീണമുണ്ട്, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സ്നോമാൻ. ഞാൻ ദാ തൊട്ടടുത്ത വീട്ടിൽ തന്നെ താമസിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ നീ അവിടെ വന്ന് എന്നെ രക്ഷിച്ചാൽ മതി. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. ഓ ശരി, ആയിക്കോട്ടെ. അബ്ദുൽ കലാം ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അഥവാ ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ നിന്നോട് പറയാം. അടികൈ. സ്നോമാൻ, നീയായിരുന്നോ? നീയും ഞാനും നല്ല ഫ്രണ്ട്സ് ആണ്. നിനക്ക് അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാ മതി. എന്താ, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പിന്നെ ഞാൻ എന്താ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ടാണോ നിന്റെ അടുത്തേക്ക് വന്നത്? അയ്യോ, ഐസ്ക്രീമോ? അതിനിവിടെ ഇപ്പൊ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഒന്നും ഇരിപ്പില്ലല്ലോ. നിനക്കെന്താ വിവരമൊന്നുമില്ല? പിന്നെന്തിനാ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? ഇല്ല, വിവരം എന്ന് പറഞ്ഞ സാധനം എനിക്ക് പണ്ടേ ഇല്ല. എടാ ഹണി, ഞാൻ പറയുന്നത് നീ ആദ്യം ഒന്ന് കേക്ക്. സത്യത്തിൽ എനിക്ക് ഉറക്കം വരുന്നില്ല. ഇതിന്റെ പുറകെ നീ ഐസ്ക്രീമും കൂടി കഴിച്ചാ പിന്നെ നിനക്ക് ഉറക്കമേ വരില്ല. എന്റെ അമ്മോ, ഈ കഴുതയോട് പറഞ്ഞ എന്നെ വേണം തല്ലാൻ. ഐസ്ക്രീം എന്ന് ഞാനൊരു ഫ്ലോക്ക് പറഞ്ഞതാണ്. എനിക്ക് ഐസ്ക്രീം ഒന്നും വേണ്ടേ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊന്ന് നടക്കാൻ പോയിട്ട് ഉടനെ വരാം.
എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേക്ക്. എന്താണോ ഈ കാണിക്കുന്നത്? മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. നിനക്ക് എങ്ങനെയാണ് ജീവൻ കിട്ടിയത്? അതുപോലെ നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അയ്യോ എല്ലാവരും ഇതേ ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാ ശരിയാവുന്നേ? എനിക്ക് അവിടെ ഇരുന്നപ്പോ ബോറടിച്ചു, അങ്ങനെ നടന്നു വന്നു. സ്നോമാൻ, നമുക്ക് നാളെ രാവിലെ കാണാം. ഇപ്പൊ നല്ല ഉറക്കം വരുന്നുണ്ട്. സംശയമുണ്ടോ? അധികം സംസാരിച്ചാൽ അതിന്റെ പപ്പും കൂടെ പറിച്ചെടുത്ത് ചട്ടിയിലിട്ട് വറുത്തെടുക്കും ഞാൻ, പറഞ്ഞേക്കാം. സോറി. ഇതാ നോക്ക്, എനിക്ക് ശരിക്കും ബോറടിക്കുന്നുണ്ട്. വാ, നമുക്ക് ചെറുതായിട്ടൊന്ന് നടക്കാൻ പോയിട്ട് വരാം. വാ, നമുക്ക് സ്നോമാന്റെ കൂടെ പോവാം. വാ പോകാം. അഥവാ സ്നോമാന് വല്ലതും സംഭവിച്ചാ നടക്കാണ്ടിരിക്കുന്ന ക്രിസ്മസ് പാർട്ടി പോകാവും. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇവൻ എങ്ങനെയാ ജീവൻ കിട്ടിയേ? ആഹാ, എന്റെ ചക്കരെ, നിനക്ക് സുഖമാണോടാ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. മേരി ക്രിസ്മസ്. ബൈ ബൈ, ക്രിസ്മസ് ആശംസകൾ. ഇതാണ് സാന്റ. സാന്റയെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ, അത് സാന്റോ ഒന്നും അല്ല, എന്റെ ഫ്രണ്ടാണ്. ആക്ച്വലി നിങ്ങൾ പറഞ്ഞ സാന്റോ എന്റെ പഴയ ഫ്രണ്ടാണ്, അടികൈ. അല്ല, ഈ സ്നോമാൻ എന്താ നമ്മുടെ കന്നാസാറിനെ പോലെ സംസാരിക്കുന്നേ? നീ എന്നെയാണ് കഴുതെന്ന് പറയാറ്, പക്ഷെ ഇപ്പൊ സത്യത്തിൽ കഴുത നീയാ. അവനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഖന്നാസാറിന്റെ വീട്ടിലല്ലേ, പിന്നെ അവൻ ഖന്നാസാറിനെ പോലെയല്ലേ സംസാരിക്കുള്ളൂ. ആഹാ, സാന്റാക്ലോസിന്റെ വണ്ടി ഓടിക്കുന്ന മാനല്ലേ ആ നിൽക്കുന്നത്? എടോ, അതാടാണ്. സംശയമുണ്ടോ? ഏയ് അല്ലല്ല, അത് മാൻ തന്നെയാ. ഞാൻ അതിന്റെ പുറത്ത് കയറി സവാരി ചെയ്യാൻ പോവുകയാണ്. സ്നോമാൻ നിക്കവിടെ. പറയുന്ന കേക്ക്, അല്ലെങ്കിൽ നീ താഴെ ഇവിടെ നിന്ന് പരിക്ക് പറ്റും. ആഹാ, ഇങ്ങനെ പോവാൻ നല്ല രസമുണ്ട്. അടിപൊളി. നിനക്ക് അടിപൊളിയാണല്ലേ, ഇപ്പൊ ഞാൻ പൊളിച്ചു തരാം. അയ്യോ 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 അയ്യോ, ഇതിനാരെങ്കിലും പിടിച്ചു നിർത്തണേ. ഇതിന്റെ ബ്രേക്ക് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അയ്യോ അയ്യോ, എന്റെ പൊന്നനിയ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നീ ബ്രേക്ക് പിടിക്ക്, നിർത്ത് പ്ലീസ്. അയ്യോ 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 അയ്യോ, ഇന്നത്തോടു കൂടി ഞാൻ പടമാവുന്നാ തോന്നുന്നത്. സ്നോമാന്റെ കഥ ഇന്നത്തോടെ തിരുവെന്നാണ് തോന്നുന്നത്. എന്നെ പൊന്നാടെ അവിടെ ഒന്ന് നിൽക്ക്. അയ്യോ അയ്യോ, നിക്ക്. അയ്യോ, ഇവനെങ്ങാണ് താഴെ വീണാലേ ഇപ്പൊ തവിട് പൊടിയാവും. വാവ്, ഐസ്ക്രീം വിത്ത് ഒലിവ് ആൻഡ് ഓറഞ്ച്. ഇന്നത്തെ പാർട്ടി കലക്കും. ആ, എന്നെ കണ്ടിട്ട് നിനക്ക് ഐസ്ക്രീം ആയിട്ടാണോ തോന്നിയത്? കിറ്റിയുടെ സ്നോമാനെ മര്യാദക്ക് തിരിച്ചതാ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. വാവ്, പോപ്പറ്റ് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഇനി സംസാരിക്കുന്നത് എന്റെ കൈ ആയിരിക്കും. എടാ, വെറുതെ സംസാരിച്ചോണ്ടിരിക്കാതെ ആക്ഷൻ പറഞ്ഞ് അടി തുടങ്ങ്. എന്നെ രക്ഷിക്ക് വേഗം. ഒന്ന് നിന്നേ. മേരി ക്രിസ്മസ്. വാവ്, അടുത്ത ഗിഫ്റ്റോ? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതിന് മാത്രം എന്താണ് ഉമാർ സംസാരിക്കുന്നത്? വേണമെങ്കിൽ സ്നോമാനെ നാളെ തിരിച്ചു തരാം. എന്റെ അമ്മോ, ബണി, ഇവന് ഭയങ്കര വെയിറ്റ് ആടാ. ഒന്ന് പിടിക്ക്. സ്നോമാൻ, അയ്യോ സ്നോമാൻ. അയ്യോ എന്റെ അമ്മോ, എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട്. നിന്നെ രക്ഷിക്കാൻ പുറകെ വന്നു വന്ന് ഞങ്ങളുടെ ഊർജ്ജം മുഴുവനും പോയി. സംശയമുണ്ടോ? അവൻ ഐസ് കൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്, എന്നിട്ട് അവൻ തണുക്കാണെന്ന് പറയാ. എന്താ കാര്യം എന്നറിയില്ല, എല്ലാം തലതിരിഞ്ഞാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, സ്നോമാൻ എങ്ങോട്ട് പോയി? നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദാ അവിടെ സ്നോമാൻ തീ കാഞ്ഞോണ്ടിരിക്കുകയാണ്. എടാ, അവനെ ഉണ്ടാക്കിയിരിക്കുന്ന ഐസ് കൊണ്ടാ. തീ കൊണ്ടു കഴിഞ്ഞാൽ അവൻ ഉരുകി പോകും. വേഗം വാ, പിടിച്ചു മാറ്റാം. അയ്യോ, ഞാൻ ഉരുകി പോവുകയാണല്ലോ. വേഗം തീരത്തുനിന്ന് മാറി നിൽക്ക്.
തീയുടെ അടുത്ത് മാറി നിൽക്കാൻ. അയ്യോ ഞാൻ ദാ ഉരുകുന്നു ഉരുകി തീർന്നേ. സ്നോമാൻ ഒരുങ്ങിപ്പോയി. സ്നോമാൻ മുഴുവനായിട്ട് ഒരുങ്ങിപ്പോയി. അയ്യോ സ്നോമാൻ ഒരുങ്ങിപ്പോയി. അയ്യോ ദേ സ്നോമാൻ ഒരുങ്ങിപ്പോയി. എടാ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നത്? സ്നോമാൻ ഒരുങ്ങിപ്പോയി. നമ്മുടെ സ്നോമാൻ ഒരുങ്ങിപ്പോയി. സ്നോമാൻ നമ്മുടെ കൂടെ നടന്നു വന്നോണ്ടിരിക്കുകയായിരുന്നു. തീയുടെ അടുത്തെത്തിയപ്പോഴേക്കും ഓൻ പതുക്കെ ഉരുകാൻ തുടങ്ങി. ഇത് എത്രയും പെട്ടെന്ന് കിറ്റിയോട് പറയണം. കിറ്റി വേഗം വാതിൽ തുറക്ക്. കിറ്റി വിജയ് മോഹൻലാലും അഭിനയിച്ച ചിത്രമാണ് ജില്ല. രാത്രി മനുഷ്യനൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. അടികൈ. സ്നോമാൻ ഉരുകിപ്പോയി. ഇവിടെ സ്നോമാന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ നോക്കുമ്പോ ഇവൻ ആകെ ഉരുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എടാ കഴുതേ, നീ സ്വപ്നം കണ്ടതാ. ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങ്. നാളെ പാർട്ടി ഉള്ളതാ. സോറി ഖന്ന സർ. കുഞ്ഞുങ്ങൾ ആദ്യം നടക്കില്ല തന്നെ താൻ. രാത്രി വന്നോളും വെറുതെ മനുഷ്യനെ ശല്യപ്പെടുത്താൻ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? എല്ലാ കൂട്ടുകാർക്കും നല്ല ഇഷ്ടാവും. മേരി ക്രിസ്മസ് കൂട്ടുകാരെ. അടിപൊളി കിറ്റി. ഡെക്കറേഷൻ നന്നായിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളും ഗംഭീരം ഈ സ്നോമാൻ ആണ്. എല്ലാവരും ഇതിനെ കുറിച്ച് പറയുള്ളൂ. ഞാൻ അപ്പഴേ നിന്നോട് പറഞ്ഞല്ലേ. ഇത് സോർദാരും പോപ്പട്ടും ഹണി ബണിയും കൂടെ ചേർന്നുണ്ടാക്കിയതാണ്. മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ് ടു ഓൾ. അടിപൊളി. ഇങ്ങനെ ഗിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ തന്നെയാണ്. വരൂ, നമുക്കിപ്പോ കേക്ക് കട്ട് ചെയ്യാം. കാത്തിരുന്ന ഞായറാഴ്ചയും തീർച്ചയായും വരും ബസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹാപ്പി ക്രിസ്മസ്. അടികൈ.